വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ത്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ഓർണിത്തോളജി? ഓർണിത്തോളജി എന്നാൽ പക്ഷിശാസ്ത്രം. പക്ഷിശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ: Ornithology as a hobby or profession is full of adventures, rewards and disappointments. ഒരു ഹോബി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന നിലയിൽ പക്ഷിശാസ്ത്രം സാഹസികത, പ്രതിഫലം, നിരാശ എന്നിവയാൽ നിറഞ്ഞതാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പീസ്ഫുൾ ഓഫ് പേഴ്സ്യൂട്ട്സ് ആൻഡ് ഇറ്റ് ഹാസ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ത്രിൽസ്. ഇത് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ഇത് ആവേശവും സന്തോഷവും നിറഞ്ഞതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് വി റീഡ് ഇൻ ബുക്സ് അബൌട്ട് ബേർഡ്സ് ആൻഡ് ദെയർ റിയൽ ലൈഫ്? എക്സ്പ്ലെയിൻ. പക്ഷികളെക്കുറിച്ച് പുസ്തകങ്ങളിൽ വായിക്കുന്നതും അവയുടെ യഥാർത്ഥ ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വിശദീകരിക്കുക. ആൻസർ: There are differences between what we read in books about birds and their real life. പക്ഷികളെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വായിക്കുന്നതും അവയുടെ യഥാർത്ഥ ജീവിതവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. സലീം അലി ഹാഡ് ഗ്രോൺ അപ്പ് ഓൺലി ഓൺ ദി ട്രഡീഷണൽ അക്കൗണ്ട്സ് ഓഫ് ദി നെസ്റ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് ബേർഡ്സ്. പക്ഷികളുടെ കൂടുകൂട്ടൽ ശീലങ്ങളെക്കുറിച്ചുള്ള പരമ്പരാഗതമായ വിവരണങ്ങൾ വായിച്ചാണ് സലീം അലി വളർന്നത്. But while sitting hidden in a canvas hide high up on a step ladder a few yards away from the nest, he noticed some happenings which showed that in real life birds behaved differently and not as seen in the textbooks. എന്നാൽ കൂടുകളിൽ നിന്ന് ഏതാനും യാർഡുകൾ അകലെ ഒരു സ്റ്റെപ്പ് ഏണിയിൽ ഉയരത്തിൽ ഒരു ക്യാൻവാസ് മറവിൽ ഒളിച്ചിരുന്ന് പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ പക്ഷികൾ പുസ്തകങ്ങളിൽ കാണുന്നത് പോലെയല്ല, വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നതെന്ന് കാണിക്കുന്ന ചില അസാധാരണ സംഭവങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ: ഓൺ വാട്ട് ഒക്കേഷൻസ് ക്യാൻ എലിഫൻറ്റ്സ് ബി ഡേഞ്ചറസ്? വൈ? എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് ആനകൾ അപകടകാരികളാകുന്നത്? എന്തുകൊണ്ട്? ആൻസർ: എലിഫൻറ്റ്സ് ക്യാൻ ബി ഡേഞ്ചറസ് if they are rogues or female with small calf. തെമ്മാടികളായ കൊമ്പനാനകളും ചെറിയ കുട്ടികളുള്ള പെൺ ആനകളുമാണെങ്കിൽ അവ അപകടകാരികളാകാം. ഇറ്റ് ഈസ് എ ടസ്കർ, എ മെയിൽ എലിഫൻറ്റ് ദാറ്റ് ലീഡ്സ് ദ ഹേർഡ്. ഹേർഡ് എന്നാൽ കൂട്ടം. ആനകൾ അധികവും നമ്മൾ കാണുന്നത് കൂട്ടത്തോടെയാണ് അല്ലേ? ആ ഒരു കൂട്ടത്തെ നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ആണാന ഉണ്ടാവും. അവൻ പലപ്പോഴും ഒരു തെമ്മാടിയാണ്. റോക്ക് എന്നാൽ തെമ്മാടി. അവൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ശക്തി പ്രകടിപ്പിക്കാനാണ്. എ ഫീമെയിൽ എലിഫൻറ്റ് ബിക്കംസ് ഡേഞ്ചറസ് ഇഫ് ഷീ ഈസ് വിത്ത് എ കാഫ് ആസ് ഷീ വാണ്ട്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ഹെർ കാഫ് ഈസ് സേഫ്. തൻ്റെ കുട്ടി സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഒരു പെണ്ണാന തൻ്റെ കുട്ടിയോടൊപ്പമാണെങ്കിൽ അതും അപകടകാരിയാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: What was the impact of the construction of the പറമ്പിക്കുളം ഡാം? പറമ്പിക്കുളം ഡാം നിർമ്മാണത്തിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ അനന്തരഫലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ആൻസർ: The construction of the പറമ്പിക്കുളം ഡാം meant the dismantling of the romantic Cochin Forest Tramway. പറമ്പിക്കുളം അണക്കെട്ടിൻ്റെ നിർമ്മാണം കാരണം കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേയെ പൊളിച്ചു മാറ്റേണ്ടി വന്നു. The huge dam and reservoir submerged പറമ്പിക്കുളം and all the beautiful places around it. വലിയ അണക്കെട്ടുകളും ജലസംഭരണികളും പറമ്പിക്കുളത്തെയും ചുറ്റുമുള്ള എല്ലാ മനോഹരമായ സ്ഥലങ്ങളെയും വെള്ളത്തിൽ മുക്കി. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ സൈറ്റ് ദ ഫോറസ്റ്റ് ഗാർഡ് പോയിൻറ്റഡ് ടു? ഫോറസ്റ്റ് ഗാർഡ് ചൂണ്ടിക്കാണിച്ച കാഴ്ച എന്തായിരുന്നു? ആൻസർ: The site the forest guard pointed to was a tusker coming down the same path from the opposite direction. ഫോറസ്റ്റ് ഗാർഡ് ചൂണ്ടിക്കാണിച്ച കാഴ്ച എതിർദിശയിൽ നിന്ന് അതേ വഴിയിലൂടെ വരുന്ന ഒരു കൊമ്പനാനയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ:
How did Salim Ali react when he saw the tusker? കൊമ്പനാനിയെ കണ്ടപ്പോൾ സലീം അലി എങ്ങനെയാണ് പ്രതികരിച്ചത്? ആൻസർ: when he saw the tusker, ആനയെ കണ്ടപ്പോൾ സലീം turned to flee as fast as he could, motioning to Omar, who was a bit behind him, to do the same. സലീം അലി കഴിയുന്നത്ര വേഗത്തിൽ ഓടിപ്പോകാനായി തിരിഞ്ഞു. തൻ്റെ പിന്നാലെ ആയിരുന്ന ഒമറിനോട് അങ്ങനെ ചെയ്യാൻ ഞാൻ ആംഗ്യം കാണിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡു ആനിമൽസ് ഓൾവേസ് അറ്റാക്ക് വെൻ ദേ എൻകൗണ്ടർ ഹ്യൂമൻ ബീയിങ്സ്? എക്സ്പ്ലെയിൻ. മനുഷ്യരെ നേരിടുമ്പോൾ മൃഗങ്ങൾ എപ്പോഴും ആക്രമിക്കുമോ? വിശദീകരിക്കുക. ആൻസർ: ആനിമൽസ് ഡു നോട്ട് ഓൾവേസ് അറ്റാക്ക് വെൻ ദേ എൻകൗണ്ടർ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരെ കാണുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യരെ നേരിടുമ്പോൾ മൃഗങ്ങൾ എപ്പോഴും ആക്രമിക്കാറില്ല. ദേ അറ്റാക്സ് ഓൺലി ഇഫ് ദേ ഫീൽ ത്രെറ്റൻഡ് ഓർ ഇഫ്, ഇൻ ദ കേസ് ഓഫ് ആനിമൽസ് ലൈക്ക് ലയൺസ് ആൻഡ് ടൈഗേഴ്സ്, ദേ ആർ ഹംഗ്രി. ഭീഷണി തോന്നിയാലോ? സിംഹങ്ങൾ, കടുവകൾ തുടങ്ങിയ മൃഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ വിശന്നാലോ മാത്രമേ അവ മനുഷ്യരെ ആക്രമിക്കൂ. വാട്ട് മെയ്ഡ് സലീം അലീസ് ഹെയർ സ്റ്റാൻഡ് ഓൺ എൻഡ്? സലീം അലിയുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ കാരണമെന്താണ്? ആൻസർ: സലീം അലി വാസ് സ്റ്റാൻഡിംഗ് ഓൺ ദ എഡ്ജ് ഓഫ് എ മൗണ്ടെയിൻ ടു വാച്ച് എ യെല്ലോ നാപ്പഡ് യുഹീന. മഞ്ഞ നിറത്തിലുള്ള തലമുടിയുള്ള പക്ഷിയാണ് യുഹീന. ആ യുഹീന പക്ഷിയെ കാണാൻ വേണ്ടിയാണ് സലീം അലി ഒരു മലയുടെ അരികിൽ നിൽക്കുന്നത്. ഫോർ എ ബെറ്റർ വ്യൂ ഹി ലുക്ക് എ സ്റ്റെപ്പ് ബാക്ക്. മികച്ച കാഴ്ചയ്ക്കായി ആ പക്ഷിയെ നല്ലവണ്ണം കാണാൻ വേണ്ടിയിട്ട് അയാൾ ഒരു പടി പിന്നോട്ട് മാറി. ഹി ലുക്ക് എ സ്റ്റെപ്പ് ബാക്ക്. ഹി ഹേർഡ് എ പെബിൾ റോളിംഗ് ഡൗൺ. ആ സമയത്ത് ഒരു കല്ല് താഴേക്ക് ഉരുളുന്ന ശബ്ദം അയാൾ കേട്ടു. വെൻ ഹി ലുക്ക്ഡ് ബാക്ക് he realized that if he had gone backwards for 2 inches more, he would have fallen into the abyss. തിരിഞ്ഞു നോക്കിയപ്പോൾ 2 ഇഞ്ച് കൂടി പിന്നോട്ട് പോയിരുന്നെങ്കിൽ താൻ അഗാധത്തിലേക്ക് വീഴുമായിരുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി. This thought made his hair stand on end. ഈ ചിന്ത അയാളെ ഭയപ്പെടുത്തി, അയാളുടെ രോമങ്ങൾ എണീറ്റ് നിൽക്കാൻ പ്രേരിപ്പിച്ചു.